നമ്മുടെ ഇടുക്കി ജലാശയത്തിൻ്റെ ഭാഗത്തുള്ള അയ്യപ്പൻ കോവിലിൽ നിന്ന് വെള്ളം കയറി എടുക്കുന്നതിൻ്റെ ഏറ്റവും അവസാനം ഭാഗമായിട്ട് നമ്മുടെ പടുക എന്ന് പറയുന്നത്. ഇപ്പോൾ നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രദേശമാണ്. ഇപ്പോൾ കുറച്ചും കൂടെ നമ്മൾ നേരത്തെ വരുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പ് വരുമായിരുന്നെങ്കിൽ ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുന്നതിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനെ അധികം വെള്ളമില്ല. ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുന്നതിൻ്റെ ആ പാടുകൾ നമുക്ക് കാണാം കേട്ടോ. ഏലകൃഷി ഇതൊക്കെ കാഴ്ചകൾ കാണാം കേട്ടോ. ഇവിടെ എല്ലാം വീടുകളുണ്ട്, കന്നുകാലി വളർത്തലുണ്ട്. ശരിക്കും ഒരു കാർഷിക ഗ്രാമമാണ് ഈ പടുക എന്ന് പറയുന്നത്. ഹായ്, ടിജോയാണ്. നമ്മളിന്ന് പോകുന്നത് ഇടുക്കി ജില്ലയിലെ കാഞ്ചാർ പഞ്ചായത്ത് ചെയ്യുന്ന പടുക എന്ന സ്ഥലത്തേക്കാണ്. ഈയിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു സ്ഥലമാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. നമുക്ക് അതിൻ്റെ കാഴ്ചയിലേക്ക് പോയാലോ? വില്ലേജ് വ്ളോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പടുകയ്ക്കുള്ള യാത്രാമധ്യേ നമ്മൾ വെള്ളിലാങ്കണ്ടം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ഒരു മൺപാലം ഉള്ളൂ കേട്ടോ. ഇതാണ് ഇവിടുത്തെ മൺപാലം എന്ന് പറയുന്നത്. അപ്പോൾ അതേ നമ്മൾ പാലത്തിൻ്റെ അവിടെ താഴോട്ട് ഇറങ്ങി വന്നു കേട്ടോ. നമ്മളിവിടുത്തെ ഏഷ്യയിലെ ഏറ്റവും വലിയ മൺപാലം അതുപോലെ തന്നെ കുഴൽപ്പാലം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതുണ്ടോ, ഈ കാണുന്ന വലിയൊരു കുഴൽക്കൂടെയാണ് വെള്ളം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വരുന്നത് കേട്ടോ. നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണ വേളയിൽ ഇവിടെ നിർമ്മിച്ചതാണ് ഈ മൺപാലം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോളാണ്, അതായത് ഒരു കുഴലാണ്. ഈ കാണുന്ന ഒരു കുഴൽ, ഒരു കോൺക്രീറ്റ് കുഴലാണ്. അതിൻ്റെ പുറത്തോട് മുഴുവൻ ഇങ്ങനെ മണ്ണ് ഉണ്ട്. ഇവിടെ എല്ലാം മണ്ണ് ഫില്ല് ചെയ്താണ് ഈ പാലം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ വെള്ളിലാങ്കണ്ടം മൺപാലം അല്ലെങ്കിൽ കുഴൽപ്പാലം എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുവാണ്. ഈ ഇടയ്ക്ക് വെള്ളം കുറഞ്ഞതാട്ടോ. അപ്പോൾ അതിനു മുമ്പൊക്കെ ഇവിടെ എല്ലാം നിറച്ച് വെള്ളമായിരുന്നേ. അങ്ങനെ നമ്മൾ വെള്ളിലാങ്കണ്ടത്തു നിന്ന് പടുകയിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 1-2 കിലോമീറ്റർ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇവിടെ ചെല്ലുമ്പോഴേക്കും നല്ല കിടിലൻ വ്യൂസാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളിലേക്കൊക്കെ പോകാം. അപ്പോൾ അതായത് നമ്മൾ കണ്ട വെള്ളിലാങ്കണ്ടം മൺപാലമായി കാണുന്നത് കേട്ടോ. ഇത് കണ്ടോ, കുഴലൊക്കെ നമുക്ക് കാണാം ഇവിടെ നോക്കിയാൽ. അപ്പോൾ അവിടെ നേരെ ഓപ്പോസിറ്റ് കൂടെയാണ് നമ്മൾ പടുകയ്ക്ക് പോണത്. പടുക നല്ല അടിപൊളി സ്ഥലമാണ്, പക്ഷേ അങ്ങോട്ടുള്ള റോഡ് എന്ന് പറയുന്നത് വളരെ മോശമാണ്. അവിടെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈസ്റ്റ് മാട്ടുക്കട്ടയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ അതേ പടുകയ്ക്ക് പോകുന്നത്. ഒരുപാട് ഇറങ്ങിപ്പോവുകയാണ്. ദിലീപ് ബ്രോ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അതേ നമ്മളങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ അപ്പുറ സൈഡിൽ ചെന്നിട്ട് പോരണം. അവിടെ ഇവിടെ വഴിയുണ്ട്. ഇതേ അപ്പുറത്തൊരു ചങ്ങാടം കിടക്കുന്നുണ്ടോ? നമുക്കിവിടെ ഇറങ്ങിപ്പോ. ഒരു ചേട്ടനോട് ചൂണ്ടയിടുക കേട്ടോ. വള്ളത്തിൽ, ചെറിയൊരു വള്ളത്തിൽ ചേട്ടൻ ചൂണ്ടയിടുവാണ്. നമ്മുടെ ഇടുക്കി ജലാശയത്തിൻ്റെ ഭാഗത്തുള്ള അയ്യപ്പൻ കോവിലിൽ നിന്ന് വെള്ളം കയറി എടുക്കുന്നതിൻ്റെ ഏറ്റവും അവസാനം ഭാഗമായിട്ട് നമ്മുടെ പടുക എന്ന് പറയുന്നത്. നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രദേശമാണ്. ഇപ്പോൾ കുറച്ചും കൂടെ നമ്മൾ നേരത്തെ വരുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പ് വരുമായിരുന്നെങ്കിൽ ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുന്നതിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനെ അധികം വെള്ളമില്ല. ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുന്നതിൻ്റെ ആ പാടുകൾ നമുക്ക് കാണാം കേട്ടോ. ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയ ഒരു സ്ഥലമാണ് ഈ പടുക എന്ന് പറയുന്നത്. ഇതുണ്ട്, ഇവിടെ നമുക്ക് നടന്നു പോകാം. നേരത്തെ നമുക്ക് ഇവിടെ നടന്നു പോകാൻ പറ്റിയില്ലായിരുന്നു, അതുമാതിരി വെള്ളമായിരുന്നു ആ സമയത്തൊക്കെ. ഇതുണ്ടോ, ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു കോൺക്രീറ്റ് പാലം ഉണ്ടേ. ഇത് ആൾക്കാർ നടന്നു പോയതിൻ്റെയൊക്കെ ഒരു പാടുകളാണ് കണ്ടോ. ഒരുപാട് സഞ്ചാരികൾ വഴിക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കോൺക്രീറ്റ് ചെറിയ പാലമേ. ഇവിടെ എല്ലാം മീനുകളുണ്ട്. അതേ നമ്മൾ പാലത്തെ കൂടെ കയറി ഇങ്ങനെ അപ്പുറത്തേക്ക് പോവുക. ഉണ്ട്, ഇവിടെ എല്ലാം ഇങ്ങനെ വെള്ളം കയറി കിടപ്പുണ്ട്. കൊക്കുകളും എന്നാ പറയാ, നല്ല അടിപൊളി സ്ഥലമാണ്. രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ വരുവാണെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പോൾ ഈ സ്ഥലമാണ് ഇടുക്കിയിലെ സ്വിറ്റ്സർലൻഡ്, ഇടുക്കിയിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് നമ്മുടെ പടുക കേട്ടോ. ഒരുപാട് കന്നുകാലികളിലൂടെ പുല്ല് മേയുന്നുണ്ടേ. ഇതുണ്ട്, ചെറിയൊരു തടിപ്പാലം. ഈ തടിപ്പാലത്തോടെ നമുക്ക് അപ്പുറത്തേക്ക് പോകാം. ഇതേ ഇവിടെ കൊക്കൊക്കെ മീൻ പിടിക്കാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നുണ്ടോ. നല്ല ഫ്രെയിമുകൾ അവിടെ വന്നാൽ കേട്ടോ. ഇതുണ്ട്, ഇവിടെ എല്ലാം ഇതേ അവിടെ ഒരു വള്ളം കിടക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പടുകയിലെ മനോഹരമായ കാഴ്ചകൾ. ഈ തടിപ്പാലത്തോടെയാണ് നമുക്ക് അപ്പുറത്തേക്ക് പോകാവേ. ചില സമയത്ത് ഈ തടിപ്പാലമൊക്കെ വെള്ളത്തിൽ മുങ്ങും. കിടിലൻ ലുക്കാ, എന്നാ പറയണേ, നല്ല കിടിലൻ ഫ്രെയിം. റീൽസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണേ.
ചെറിയൊരു തോണി കേട്ടോ. ഇവിടെയുള്ളൊരു അപ്പുറം കിടക്കാനും മീൻ പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന തോണിയാണിത്. ഒറ്റമരമാണെന്ന് തോന്നുന്നല്ലേ, ഒറ്റമരത്തെ പണിത തോണിയാണ്. അപ്പോൾ അതേ നമ്മൾ പടുകയിലൂടെ നടക്കുകയാണ്. ഈ പടുക എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണ വേളയ്ക്കൊക്കെ മുമ്പ് ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഈ വെള്ളമൊക്കെ നിറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവിടുന്ന് ആൾക്കാരെ ഇവിടുന്ന് കുടിയൊഴിപ്പിച്ചു. അപ്പം നമ്മുടെ ഈ ഇടുക്കിയിലൊക്കെ വൈരമണിയൊക്കെ പറഞ്ഞ സ്ഥലം പോലെ ആ സ്ഥലത്തൊക്കെ ഒരുപാട് ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ സ്ഥലവും. അപ്പം ഇടുക്കി ഡാമിൽ വെള്ളം നിറഞ്ഞ സമയത്താണ് ആ സമയപ്പോഴേക്കും ഇവിടുന്ന് ആൾക്കാരെല്ലാം കുടിയൊഴിപ്പിച്ചേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ഥലമൊക്കെ ഇങ്ങനെ തരിശായിട്ട് കിടക്കുന്നത്. പക്ഷേ നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല കിടിലൻ ലുക്കാണ് കാണാൻ. ഒരുപാട് ഇങ്ങനെ എന്നാ പറയുക, മൊട്ടക്കുന്നുകൾ പോലെയുള്ള സ്ഥലങ്ങൾ, പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ, അതുപോലെ കന്നുകാലി മേയുന്നത്, അങ്ങനെ തുടങ്ങി ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ പ്രദേശത്ത് നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇവിടെ പടുകയിലെ കാഴ്ചകൾ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പാലമൊക്കെ നമുക്ക് അവിടെ കാണാതെ. നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണിയായത് ഏലം കണ്ടോ കാഴ്ച നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പടുകയിലെ മനോഹരമായ കാഴ്ചകൾ കേട്ടോ. ഇവിടെ എല്ലാം കുറേ പൂമരങ്ങൾ നിൽപ്പുണ്ടേ, വലിയ മരങ്ങളാണ്. അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും നമുക്കവിടെ ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ കാണാം കേട്ടോ. 2 ഗോൾ പോസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. ആ കാഴ്ചയൊക്കെ നമുക്ക് അവിടെ ചെന്ന് കാണാം. അതുപോലെ ഒരു പാലം നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇടുക്കിയിലൊക്കെ വൺ ഡേ ട്രിപ്പിന് വരുവാണെങ്കിൽ കാണാൻ പറ്റിയ സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ പടുക കേട്ടോ. നല്ല കിടിലൻ സ്ഥലമാണ്. നല്ല നോക്കി ബാക്ക്ഗ്രൗണ്ടിൽ നോക്കി നല്ല അടിപൊളി കാഴ്ചകളല്ല നമുക്ക് കാത്തിരിക്കുന്നത് കണ്ടോ. നല്ല അടിപൊളി ഭംഗിയുള്ള സ്ഥലമാണ് പടുക. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടില്ലായിരുന്നു ഈ സ്ഥലത്തെ ഒരു മരത്തിൻ്റെ കാഴ്ചയൊക്കെ കണ്ടോ. അതാണ് ആ വീണ് കിടക്കുന്ന ഒരു മരം. അതിലൊരു കൊടിയൊക്കെ നമുക്ക് കാണാവേ. ഒരുപാട് ആൾക്കാർ ഇവിടെ കാഴ്ച കാണാനായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പുറത്തൊരു പാലമൊക്കെ നമുക്ക് കാണാം. ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുന്നതിൻ്റെ ഒരു കാഴ്ചയാണ്. വെള്ളം ഇപ്പോൾ താഴ്ന്നു പോയിട്ടുണ്ട്. അതിൻ്റെതായ ഭാഗങ്ങൾ നമുക്ക് കാണാം കേട്ടോ. മുഴുവൻ ചെളി കൂടാരങ്ങളാണ്. അപ്പോൾ അതേ നമ്മൾ പടുകയിലെ കാഴ്ചകൾ നടക്കുകയാണ്. അതായത് നമ്മൾ വന്ന വെള്ളിലാങ്കണ്ടം പാലം ഇവിടെ നോക്കി കാണാൻ സാധിക്കുവേ. അപ്പോൾ നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് കുറേ വീടുകളൊക്കെ കാണാവേ. പിന്നെ അപ്പുറത്തായിട്ട് കുറച്ച് കടകളൊക്കെ നമുക്ക് കാണാം. അപ്പം നമ്മൾ ആ റീൽസിലൂടെ കണ്ട ആ മരമായി കാണുന്നത് കേട്ടോ, ഉണങ്ങിയൊരു മരമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം. അതുപോലെ തന്നെ ഇത് ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ഒരുപാട് സിനിമകൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ തങ്കമണി, അന്വേഷിപ്പിൻ കണ്ടെത്തും, പിന്നെ തെലുങ്ക് മൂവികളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടിയാണ് നമ്മുടെ പടുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വൺ ഡേ ട്രിപ്പിനൊക്കെ വരാൻ പറ്റിയ കിടിലൻ സ്ഥലമാണ്. ഈ അവധിയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, മനോഹരമായ പടുകയിലെ കാഴ്ചകൾ നമ്മൾ കണ്ടു കേട്ടോ. തന്നെ കിടിലൻ കാഴ്ചകൾ ഇവിടെ കാത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരോടും വരിക, ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സെഷൻ. വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോ വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ ബൈ, ഹാപ്പി ന്യൂ ഇയർ.